വയലേലകൾ സംരക്ഷിക്കാൻ നാടുനീളെ കൊടികുത്തുന്ന CPM-ന് ഡേറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമിയിൽ എറണാകുളത്ത് ഇരുനില കെട്ടിടം. എറണാകുളം ചൂർണിക്കരയിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് CPM-ന് ഓഫീസ് നിർമ്മിക്കാൻ പഞ്ചായത്തിന്റെ അനുമതി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പേരിൽ വാങ്ങിയ ഭൂമിയിലാണ് ചട്ടങ്ങൾ മറികടന്നുള്ള നിർമ്മാണം. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വയൽ ഭൂമിയിലാണ് ഇത്തരത്തിൽ ഇരുനില കെട്ടിടത്തിനുള്ള നിർമ്മാണ അനുമതി ലഭിച്ചിരിക്കുന്നത്. എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഡേറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമിയിലാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് നിർമ്മാണ അനുമതി നൽകിയിരിക്കുന്നത്. ഇത് പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നടപടിയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പേരിലാണ് ഈ ഭൂമി 2011 വാങ്ങിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല MV ഗോവിന്ദനായിരുന്നു. അന്ന് തന്നെ നമുക്കറിയാം 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്നതിന് ശേഷം ഡേറ്റാ ബാങ്കിലുള്ള ഒരു ഭൂമിയിൽ ഇത്തരമൊരു കെട്ടിടം പണിയാൻ സാധിക്കില്ല എന്ന നിയമം നിലനിൽക്കെ തന്നെയാണ് CPM-ലെ മുതിർന്ന ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ ഇത്തരത്തിൽ ഭൂമി വാങ്ങുകയും ആ ഭൂമിയിൽ ഇരുനില കെട്ടിടം പണിയുകയും ചെയ്യുന്നു. ആ രീതിയിലുള്ളത് അതിനുശേഷം പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ടുള്ളതും. കൃത്യമായി തന്നെ നമുക്കറിയാം ഇത് അധികാരവും മറ്റു സ്വാധീനവും ദുർവിനിയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു നിർമ്മാണമാണ്. ഇവിടെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അപ്പാടെ കാറ്റിപ്പറത്തുന്നു. ഡേറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമി അതൊരു സർക്കാർ സംവിധാനത്തിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ പോലും വലിയ നടപടിക്രമങ്ങൾ വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിലാണ് KSRTCക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഭൂമി, അത് പ്രത്യേക ചട്ടം അതിനുവേണ്ടി കൊണ്ടുവന്നുകൊണ്ടാണ് അന്ന് അത് KSRTCക്ക് വേണ്ടി പോലും ഉപയോഗിക്കാൻ സാധിച്ചത്. അത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇതൊന്നും ബാധകമല്ലാതെ ഇവിടെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തി സമീപത്തെ നെൽവയലിൽ നിന്നുള്ള നീരൊഴുക്ക് അടക്കം തടസ്സപ്പെടുന്ന രീതിയിൽ ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ദേശീയപാതയ്ക്ക് ഏതാണ്ട് 100 മീറ്റർ അരികിലായാണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു സർക്കാർ സംവിധാനവുമില്ല. വില്ലേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകാനുള്ള നടപടി പോലും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇനിയും ഇതിന്റെ ഉദ്ഘാടനം നടത്തിയാൽ മതി. ഇതുവരെയും ഈ കെട്ടിടം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന് നമ്പർ ഇട്ട് കൊടുക്കുന്നതിനുള്ള നടപടികൾ പോലും പഞ്ചായത്തിൽ. ശരി സുധീഷ്, ബോധപൂർവമുള്ള ചട്ടലംഘനം, നിയമലംഘനം തന്നെയാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നതിന്. ഇതിന് ഒത്താശ ചെയ്യാൻ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുമുണ്ട് എന്നുള്ളതാണ്. രോഹിണി, അങ്ങനെ തന്നെയാണ്. കാരണം ഇത് റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും എല്ലാം തന്നെ ഇതിൽ കൃത്യമായി ഇടപെടേണ്ടതാണ്. കൃഷി വകുപ്പിന് ഇതിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്തം ഉള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വകുപ്പുകളും ഇതിൽ ഇടപെടുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇതിന്റെ സമീപത്തുള്ളതെല്ലാം നിലങ്ങൾ തന്നെയാണ്. സമീപത്ത് ഇതിന് 4 വശവും നിലത്തിൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അതും ദേശീയപാതയ്ക്ക് ഏതാണ്ട് 100 മീറ്റർ അരികിലായിട്ടാണ് ഇത്തരം ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഇത് കണ്ടില്ലെന്ന് പറയാൻ ഈ പ്രദേശവാസികൾക്കോ ഇല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർക്കോ സാധിക്കുന്നതല്ല. ഇല്ലെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പർ തന്നെ ഇത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അങ്ങനെ താഴെ തട്ട് മുതൽ ഈ ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് ഒത്താശ ചെയ്യപ്പെട്ടു എന്നത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരു സാധാരണക്കാരൻ ഒരു കൂര കെട്ടാൻ വേണ്ടി ഇത്തരത്തിലൊരു അനുമതിക്കായി ചെന്നാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ വീട് നിർമ്മാണം പോലും നടക്കാതെ എത്രയോ പേര് ഇന്നും താൽക്കാലിക ഷെഡ് കെട്ടി കഴിയുന്നവരുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇരുനില നിർമ്മിച്ചുകൊണ്ടുള്ള ഇത്തരം അധികാര ദുർവിനിയോഗത്തിലൂടെയുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി എറണാകുളം ചൂർണിക്കരയിൽ നടന്നിരിക്കുന്നത്. ഇതിന്റെ ഭൂമിയുടെ ഇടപാട് നടക്കുന്നത് 10/11/2011 അന്ന് ഈ നിയമം നിലനിൽക്കെ തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭൂമി വാങ്ങിയത്. അത് ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടത്താം എന്ന ആത്മവിശ്വാസത്തിലുമാണെന്ന് വിലയിരുത്തപ്പെടണം. രോഹിണി.